അത് പറ്റില്ല. പതിപോലെ ഞങ്ങളുടെ ബിരിയാണി മിക്സിങ് ആരംഭിക്കുകയാണ്. സാറ് വന്നിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി വെക്കട്ടെ. കുപ്പി പിടിച്ചാൽ മോനെ വേറെ അറിയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണൂരത്തെ മനോജ് ചേട്ടൻ അടിക്കുന്നതാണ്. മനോജ് ചേട്ടൻ്റെ കുടിച്ചോ. അല്ല ഇന്റെ ഗ്ലാസും കൂടി ഇവിടെ എടുത്തൊക്കെ എല്ലാം കൂടി ആയിട്ടാ. എന്നാല് ചാമല്ല ഒന്നായി ചാവാ. ഏനാ നമ്മ കുടിക്കത്തില്ല. ഇവിടെ നടക്കുന്നത് ബിരിയാണി മിക്സിംഗ് ആണ്. 2 മിനിറ്റ് ഉള്ളൂ. ബിരിയാണി മിക്സിംഗ് ആണ് നടക്കുന്നത്. ഞാൻ മേടിച്ചിട്ട് വന്ന ലോങ് റൈസ് ആണ്. നീ വാങ്ങിക്കുന്ന ലോങ് റൈസ് അത് ഓക്കെ. അത് റോങ് റൈസ് ലോങ് റൈസ് അല്ല, റോങ് റൈസ്. കേട്ടില്ല അതില്ലണ്ണാ. അത് ആദ്യത്തെ ഒരു വായിലിട്ടുന്നു, വെതറുന്നു, വീണ്ടും ഇടുന്നു, വെതറുന്നു. ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കുടിക്കുന്ന ആളും ഫോട്ടോ എടുത്തോ. നേപ്പാളി 2 മിനിറ്റ് ഉള്ളൂ. 2 മിനിറ്റിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ചേട്ടാ? എസൻസ് ഒഴിച്ചോ? എല്ലാം ഒഴിക്കും അനീഷ. സത്തർപ്പാട് വേണ്ട മോഹം വായിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിലിടും. മനച്ചെണ്ണ എല്ലാ റൈസും പോടാതെ മനച്ചെണ്ണ കൊഞ്ഞോ പോയിട്ട് തിരിച്ചു വെച്ചോ. എല്ലാം മഹാഭാവി ഈ സാധനം ഇടുന്ന കാണുന്നില്ലേ? എന്റെ തൃക്കണ്ണ കൊണ്ടല്ലേ കാണുന്നത്. ആൾക്ക് ഭയങ്കര ആർത്തിയുടെ ഇത്. ആർത്തി പാകിസ്ഥാൻ പച്ചകളുടെ കൂടെയല്ലേ താമസം. വെതറിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഒരു ഐഡിയാസ്, കലയാണ് പറയുന്നത്. ഇത് കല കഴിഞ്ഞ എഡീഷനിലുണ്ടായിരുന്നു. കലയാണ്, മറ്റേ ശ്രീവിദ്യയാണെന്നൊക്കെ പറയുന്നത്. ചോറ് തരാടേ. നിങ്ങൾ ചോറ് കൊടുക്കടേ മിണ്ടാണ്ടക്ക്. 2 മിനിറ്റ് ഉള്ളൂ ചേട്ടാ. 2 മിനിറ്റിനുള്ളിൽ ഇത് തീർക്കണം. 2 മിനിറ്റ് കൊണ്ട് ഇതല്ല നിങ്ങൾ ഉദ്ദേശിക്കണം. 8 ഇഞ്ചസിൽ കേട്ടോ. പോയി മാറി ഇവനെന്താ ക്ലീനിങ് പോയതല്ലേ അടുത്ത് ബിരിയാണി? അതെടുത്തില്ല. You please go out. Let us finish this job, man. நான் வந்து ஒரு ക്ലീനിങ് ബൈക്ക് ഇവിടെ ആവശ്യമില്ല. ആവശ്യമുള്ള സമയം നമ്മൾ വിളിക്കും. പ്ലീസ് ട്രാവൽ അത് ഇട്ടില്ലേ? അതെന്നാണ് എന്താ ഉദ്ദേശിച്ചത്? അത് നമ്മുടെ എസൻസ് ആയിരിക്കും ലീക്ക് ചെയ്യാറില്ല. Trade secret we cannot reveal because of our competitor. Vinay? Yeah. Morocco. Hey, you stay back, man, please. Fuck back. വെതറട്ടെ. വീണ്ടും വെതറുകയാണ്. இவட்டு ஜோடியை பார்த்தோன்னா இவ்வளோ நேரம் புறத்த இருந்து மிக்ஸ் பண்ண மட்டும் கரெக்டாக வந்து இவ்வளோ எத்தி. இதானே இவരുടെ മെയിൻ കാരണം. എന്നെ വ്യൂ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് തിരിച്ച്. വ്യൂ കിട്ടുന്നില്ല കുഞ്ഞാടെ. പത്തനംതിട്ടയിൽ നിന്ന് ബിനു, കണ്ണൂരിൽ നിന്ന് മനോജ്, ശ്രീലങ്കയിൽ നിന്ന് വിജയ്, ക്യാമറമാൻ അനേഷ്, തൃശ്ശൂർ. നടക്കുകയാണ്. ഞങ്ങൾ 3 മാസത്തിൽ ഒരിക്കലേ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യം ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. അതെ. കണ്ണിലാടാ മന്തി. അണ്ടിപ്പരിപ്പ് വരട്ടെ, മറ്റേ സാമ്രാജ്യം വരട്ടെ. എന്ത്? അതില്ല അത് ക്രീഡം. അല്ല ഇവൻ റൂം വിട്ട സാധനല്ലേ ഇതെന്തിനാ അതിക്രമിച്ച് ഇതിനകത്ത്? അത് പറയാൻ പറ്റില്ല. പാവം ചേട്ടാ നമ്മുടെ ഇത് പാവടേ. ഇത് ബിരിയാണി വെക്കുന്ന സ്മെല്ല് കേട്ടാ പപ്പ വരും. എന്ത് അല്ല തൊട്ട് നാക്കലടാ.
RKG നെയ്യ് അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ക്യാമറമാൻ എടുത്തിരിക്കുന്നു. ശരി ക്യാമറമാൻ. എന്നാ ചോറിൽ ഉപ്പില്ല, ഉപ്പ് പോട്ടുള്ള ചോറില്ല. അത് ഇറച്ചിനകത്ത് ഉപ്പുണ്ട് ആവശ്യത്തിന്. ഓഹോ, ഞങ്ങളുടെ നിങ്ങൾ ഉപ്പിട്ടല്ലേ. ഉണ്ടല്ലോ. ഠപ്പേ എന്ന സൗണ്ടോടുകൂടി നെയ്യ് തുറന്നിരിക്കുകയാണ് വിജയ്. ആ നെയ്യിലെ ചാവിയെ വിട്ടെടുക്ക. പിന്നെ എവിടെ വിടാ? അളവൊന്നുമില്ല, തട്ടിക്കോ. ബിഞ്ചടാ മതി എന്ന് പറയൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓ ആർത്തി ലേശം ഇട്ടാ മതി. നീ ലേശം ഇട്ടാ മതി. ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നല്ല. ഇന്ത്യയിലെ പൈസ എത്രയാടാ? ഇന്ത്യ ശ്രീലങ്കയിലെ പൈസക്ക് വാല്യൂ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ പൈസക്ക് വാല്യൂ ഉണ്ട്. 3.5 ദിറംസാ അത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും റാസ്ക്. അതിന് ഞാൻ പോണ പുറവെ ഏതാച്ചും വാങ്ങി പോകുന്ന ഇതൊന്നുമല്ല. എനിക്ക് 3.5 റുപ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീലങ്കയിൽ കോപ്പാണ്. പക്ഷെ നമുക്ക് 3.5 എന്ന് പറഞ്ഞില്ലേ എത്രയെന്നറിയാം. ചിക്കൻ്റെ ഇത് വലിപ്പം കുറഞ്ഞല്ലേ? അത്ര ഇട്ടാ മതി. ഇതൊക്കെ നാളെ പട്ടിണി എടുക്കൂടാ. വേണ്ട വേണ്ട. ഹലോ സുഹൃത്തെ, നമ്മളൊന്നും പുറത്ത് വെക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങിട്ട് പോയാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ ആഘോഷം കേട്ടാ. ഇടയ്ക്കൊക്കെ ഷഡ്ഡി മറന്നുപോയി, മറ്റേ ഇത് മറന്നുപോയി. ഇല്ല ഇവന്റെ പരിപാടി ഇല്ല. അങ്ങനെ പലതും മറന്നുപോയിട്ട് ഇതൊന്നും ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം നമ്മളെ എന്താ പറയാ, മറ്റേ വലിയ ആൽമരത്തിൽ വളരുന്ന എന്താ അതാണ് എന്താ പറയാ, ഇത്തിൽക്കണ്ണി. അതിനെന്തോ പറയല്ലോ ഇതിനകത്ത്, ഇത്തിൽക്കണ്ണി എന്ന് പറയും. ബയോളജിയിൽ എന്തോ പറയില്ലേ, അതുകൂടി കിടക്കും സാധനം. മെഡിലോബ്ലോങ്ങോട്ടൊന്നും പറയില്ലല്ലോ. അതിന് 3 കുടിയന്മാരിടയ്ക്ക് ക്യാമറമാനായി കുടിക്കാത്തവൻ അനീഷ്. ശരി അനീഷ, നീ കുടിക്കണ്ട. ശമ്പളം ശേഷം കുടിച്ചോട്ടെ. കുടിച്ചോ. ഇത് തുപ്പി വെച്ചല്ലേ കണ്ണൂരിൽ നിന്ന് മനോജ് ചേട്ടന്റെ അനീഷ, നീ തുപ്പി വെച്ചല്ലേ? കണ്ണൂരിൽ നിന്ന് മനോജ് ചേട്ടന്റെ വീട്ടുകാരെ അറിയാനായിരിക്കും. എടാ ഇങ്ങ കണ്ണൂരിൽ നിന്ന് മനോജ് ചേട്ടന്റെ വീട്ടുകാരെ അറിയാനായിട്ട് എന്റെ അമ്മാവൻ പരിവാരം കൂടി എല്ലാരും കൂടി ഇങ്ങോട്ട് പോവാ. കണ്ടോ എല്ലാ വിജയ്, ഇത് ഈ സാധനം എന്റെ തൃക്കൈ തന്നെ വേണം. എനിക്കാണ് എടുത്തിട്ടൂടെ. അതെല്ലാം ചെയ്താ എന്റെ പൊന്ന് സുഹൃത്ത്. ഇതൊന്നും ചോറ് ദേശമുണ്ട്. ഇതൊന്നും കഴിക്കും വെറുതെ അല്ലേ. ശരീരം എന്തെങ്കിലും എക്സസൈസ് കിട്ടുന്നത് ഇടഞ്ഞു പോയിട്ട് കഴുകുന്നു. ശരീരം അനങ്ങട്ടണ്ടേ. അങ്ങനെ നിങ്ങൾ കാണുന്ന ബിരിയാണി മിക്സിംഗ് ഇപ്പൊ തീർന്നു എന്ന് പറയാം. അതിന്റെ മുഖ്യ ഉപദേഷ്ടാവായ കണ്ണൂരിൽ നിന്ന് മനോജ് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. മനോജ് ഒന്നും സംസാരിക്കാനുള്ള സുഹൃത്ത്. ഈ ശ്രീലങ്കക്കാരന് പോറ്റാൻ എന്നോട്ട് പറ്റില്ല. ഇടക്കിടക്ക് വ്യാഴാഴ്ച കയറി വരും പണ്ടാറടക്കാൻ വേണ്ടിട്ട്. അത് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എത്തിച്ചാൽ മതി കേട്ടാ. ബിനിച്ചേട്ടനോട് എന്താണ് പറയുന്നത്? ക്ലീനിങ് ബോയ് പ്ലീസ്. മിസ്റ്റർ മനോജ് 2 വാക്ക് ഫിനിഷിംഗ് ചെയ്യാനാണ്. ഇത് കണ്ടാ കണ്ണുകുത്തുന്നുണ്ടാ ഇങ്ങനെ ഗീന്റെ ഒക്കെ എന്താ ചെയ്യേണ്ടത്? മനോജ് 9 മിനിറ്റും 7 സെക്കൻഡായി. 9 മിനിറ്റ് 7 സെക്കൻഡാ പറയൂ. എന്ത് പറയാനടാ അനീഷ? ഗ്രഹചാരം കൊണ്ട് വന്ന് പൊട്ടുപോയല്ലടാ. ഇത് കണ്ട ഈ സാധനത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടും. ഇത് ഒരു സമയത്ത് കിട്ടുന്നില്ല. എന്റെ സുഹൃത്തെ, ഞാൻ പണിയെടുക്കുന്ന കമ്പനി ഇങ്ങനത്തെ ഒരു കമ്പനിയായിട്ട് അതന്നെയാണ്. വായ്പ മേടിച്ചിട്ടില്ലേ. ഇത് പള്ളിയിൽ നിന്ന് ഇപ്പൊ മേടിച്ചിട്ട് കൊണ്ടിരുന്നു. മനോജ് പറയുകയാണ് ആളുടെ കമ്പനി 3 മാസത്തിൽ ഒരിക്കലേ ശമ്പളം